മമ്മിയും കൊന്ന പോലെ നിന്നെയും ഞാൻ ഈ ഡാമിൽ താഴ്ത്തും. ഓ വൈകിപ്പോയി. എന്നെങ്കിലും നേരത്തെ വരാമെന്ന് വിചാരിച്ച മീൻ കിട്ടുമോ എന്തോ. ഓ മീൻ പിടിക്കണം. ഓ അതെന്താ കിടക്കണത്? അയ്യോ ഇതൊരാളുടെ അവശിഷ്ടല്ലേ. ആദ്യോ തലയും കയ്യും കാലക. അയ്യോ ഇതെന്താണിത്? ഇതെന്താണ്? നാട്ടുകാരെ ഓടി വരണേ, നാട്ടുകാരെ ഓടി വരണേ, നാട്ടുകാരെ. ഇപ്പൊ കിട്ടിയ ഞെട്ടിക്കുന്ന വാർത്ത, നമ്മുടെ ഡാമിന്റെ സൈഡിൽ കിടന്ന് ഒരു അജ്ഞാത മൃതദേഹം കിട്ടിയിരിക്കുന്നു. വെറും മൃതദേഹമല്ല, ചിന്ന ഭിന്നമായി വെട്ടി നുറുക്കിയ ഒരു മൃതദേഹം. ഇതാരുടെയാണെന്നോ, ഇതാരാണെന്നോ, ഇതെന്തിനാണ് ഇത് ചെയ്തതെന്നോ ആർക്കും അറിയില്ല. ഇവിടെ രാവിലെ മീൻ പിടിക്കുന്ന ഒരാളാണ് ഇത് കണ്ടത്. അയാൾ പോലീസിനെ അറിയിക്കുകയും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മൂലം ഇതാരാണെന്ന് വൈകാതെ നമുക്ക് അറിയാനും സാധിക്കും. സാറന്മാരെ ഇങ്ങനെ ലാഗാക്കല്ലേ. ഇതാരാണെന്ന് പറയൂ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണോ എന്നറിയണ്ടേ. ഞങ്ങളെ പോലെ മീൻ പിടിക്കാൻ വന്ന ആരെങ്കിലും ആണോ ഈ മരിച്ചു കിടക്കണേന്ന് അറിയണ്ടേ. ഇവിടെ കുറെ മൃഗത്തിന്റെ ശല്യങ്ങളുണ്ട്. ആ മൃഗങ്ങളാണോ ഇത് ചെയ്തതെന്ന് അറിയണം. സാറേ എന്താ സാറേ ഇങ്ങനെ ലാഗാക്കണത്? വെക്കെന്ന് ചെയ്യൂ സാറേ, വെക്കെന്ന് ചെയ്യൂ. സാർ, DGP സാർ, ജനങ്ങളെല്ലാവരും വിഷമിച്ച് സങ്കടപ്പെട്ട് ദേഷ്യത്തിലും കൂടിയാണ് സംസാരിക്കുന്നത്. സാറിന് എന്താണ് സാർ പറയാനുള്ളത്? നമ്മുടെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഒരു നല്ല ശുഭപ്രതീക്ഷ വെക്കണോ സാർ? എന്തായാലും ഇത് ചെയ്തത് ആരാണെങ്കിലും അയാളെ ഞാൻ കണ്ടുപിടിക്കും. പിന്നെ അതുമാത്രമല്ല, ഇതൊരു നോർമൽ കില്ലിംഗ് മെത്തേഡ് അല്ല, ഇതൊരു സൈക്കോപാത്ത് കില്ലിംഗ് മെത്തേഡാണ്. ഇത് ആദ്യമേ ഇയാളെ വെടിവെച്ച് കൊന്ന ശേഷം അയാളെ ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കി ഡാമിലെ ചെമ്പലുകൾക്ക് തിന്നാനിട്ട് കൊടുത്തു. ആ തിന്നതിന് ശേഷമുള്ള ശവശരീരമാണ്, അവശിഷ്ടമാണ് ഈ കിടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഒരാള് മാത്രമല്ല, രണ്ടാളുടെ അവശിഷ്ടമാണ്. ഒരാണും ഒരു പെണ്ണും. ഒരു 40-45 വയസ്സുള്ള 2 പേരുടെ ശവശരീരമാണ്. ഒരാളുടെ തല മിസ്സിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓ ഇപ്പൊ കിട്ടിയ പ്രധാന വാർത്ത, ഇത് ഒരാളല്ല 2 പേരുടെ ശവശരീരമാണ് കിടക്കുന്നതെന്ന്. ഒരാണും ഒരു പെണ്ണും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ഫാമിലിയിലുള്ള ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും ഇത്. എന്തായാലും ഇതെന്താണെന്ന് നമുക്ക് വൈകാതെ അറിയാം. ഫ്രാങ്ക്ലിൻ ഭായി, ഞാനൊരു പാട്ട് പാട്ടെ. നാളെ സ്കൂളിലെ പ്രോഗ്രാം ഉള്ള ആ പാട്ട് എനിക്ക് സ്കൂളിൽ പാടാനുള്ളത്. ഞാൻ പാട്ടെ ഫ്രാങ്ക്ലിൻ ഭായി. എടാ ഷിൻജാനെ, അതിന് എനിക്ക് പാടാൻ അറിയോടാ. പാടാൻ അറിയാവോന്ന ഫ്രാങ്ക്ലിൻ ഭായി എന്തോ പറയണത്? എന്റെ പാട്ടൊന്ന് കേട്ടോക്ക്. സുട്ടും മീരി സുടരി എന്നൂലകം വെണ്ണിപ്പെട്ടാരി. ഫ്രാങ്ക്ലിൻ ഭായി എങ്ങനെയുണ്ട്? എടാ ഈ പാട്ടൊന്നും ഇനി സ്റ്റേജിൽ വെച്ച് പാടല്ലേ. എന്തായാലും ഇനി തോറ്റു ഷിൻജാനെ. ഓ ഇങ്ങനെയൊന്നല്ലട ഈ പാട്ടിന്റെ റിലിക്സ്, അതൊക്കെ ഒന്ന് ഇനി പഠിക്കാതെയോ. അതെന്താ ഫ്രാങ്ക്ലിൻ ഭായി അങ്ങനത്തെ ഒരു വർത്താനം? ഫ്രാങ്ക്ലിൻ ഭായി നോക്കിക്കോ, നാളത്തെ സമ്മാനം ഷിൻജാന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ഷോക്കേസിൽ കൊണ്ട് വെച്ചിരുമ്പോ ഫ്രാങ്ക്ലിൻ ഭായി എന്നെ നോക്കി പറയും, ഷിൻജാനെ വെൽഡൻ ബോയ് വെൽഡൻ, അങ്ങനെ പറയും. ഷിൻജാനെ വെൽഡൻ ബോയ് എന്നല്ല ഞാൻ പറയാ, ഷിൻജാനെ ബാഡ് ബോയ് എന്ന് പറയാം. അപ്പോ എടാ നല്ല വെയിലുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും എടാ ഇനി ഇതാക്കിയാലുണ്ടല്ലോ, ഞാൻ പകുതി മൊട്ടടിക്കും. ഇനി ഇതാക്കിയാല് സമ്മാനം മേടിച്ചാലും. ഓ നല്ല വെള്ളമുണ്ട്. ഇതാണ് ഫ്രാങ്ക്ലിന്റെ വീട്. നമ്മൾ ആ ബോഡിയിൽ കണ്ട ആ ഒരു ബുള്ളറ്റ് ട്രേസ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ഈ വീട്ടിലാണ് എത്തിയത്. ആകെ 9mm ഡെസേർട്ട് പിസ്റ്റൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സിറ്റിയിൽ ഫ്രാങ്ക്ലിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഫ്രാങ്ക്ലിന്റെ ബുള്ളറ്റ് പോക്കി നിന്നായിരിക്കും ആ ബുള്ളറ്റ് പോയത്. എന്തായാലും ഇവനെ ചോദ്യം ചെയ്തതിനെ അറിയാൻ പറ്റും സാർ, അറിയാൻ പറ്റും. അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ ചോദ്യം ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്ക്. നമ്മൾ സ്കോഡ് മൊത്തം താഴ്ത്തിട്ട് ഇറങ്ങിയാല് അവനൊന്ന് പേടിക്കും. ഞാൻ എന്തായാലും തഞ്ചത്തിൽ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം. ഓക്കെ സാർ, ഓക്കെ. എടാ ഫ്രാങ്ക്ലിനെ, നിന്നെ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ 3ാം മുറയുണ്ട്. തലയിൽ കമ്പി വെച്ച് അടിച്ചിട്ട് കണ്ണിൽ കമ്പി കുത്തിക്കയറ്റി കാലിൽ പഴുത്ത ചൂടുവെള്ളം ഒഴിച്ച് എണ്ണ കൊണ്ട് കുടിപ്പിച്ചിട്ടൊക്കെ ഉള്ള ഒരു പരിപാടി ഉണ്ടാ. നിന്നെ ഞാൻ ഇന്ന് കൊണ്ടുപോയി അതൊക്കെ ചെയ്യും. നീ എവിടെ ഊതിയെ നിക്കണ്? എടാ ഫ്രാങ്ക്ലിനെ, എടാ മോനെ, എടാ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി ഉണ്ടാ. എന്താ പോലീസ് സാറാ കാര്യം? ചിങ്കൻ സാറായിട്ട് പറഞ്ഞാ. ചിങ്ക സാറ് പറഞ്ഞുവിടാനോ? ചിങ്ക സാറ് നീയായിട്ടും കമ്പനി ഉണ്ടോടാ? ചിങ്ക സാറ് പറഞ്ഞിട്ടൊന്നും അല്ലടാ,
ഞങ്ങളുടെ DGP പറഞ്ഞുണ്ടട്ടാ, ഒരു കാര്യത്തിന് വേണ്ടിയാ. നമ്മുടെ സിറ്റിയിലേക്ക് പുതിയ ചുണക്കുട്ടന്മാരെ വേണം പോലീസ് സേനയിൽ ചേർക്കാനായിട്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ നിനക്ക് മാത്രം അതിനുള്ളൊരു കാലിബറും അതിനുള്ളൊരു കപ്പാസിറ്റി ഉള്ളൂ. അപ്പൊ നീ പോലീസിൽ ചേരാൻ നിനക്ക് താല്പര്യമുണ്ട്? പോലീസിൽ ചേരാൻ താല്പര്യമുണ്ടോന്നാ? അതെല്ലാവർക്കും ഉണ്ടാവില്ലേ? അതെന്ത് ചോദ്യ പോലീസ്? ഫ്രാങ്ക്ലിൻ ബായിന് പോലീസിൽ ചേരാൻ താല്പര്യമുണ്ടെന്നൊക്കെ ചോദിക്കണ്ടല്ലോ ആ പോലീസുകാർ വന്നിട്ട്. എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഫ്രാങ്ക്ലിൻ ബായിന് ചുമ്മാ അങ്ങ് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് പോലീസിൽ ചേർക്കൂ. അതും ഫിറ്റ്നസ് ഒന്നും ഇല്ലാത്ത ഈ ഫ്രാങ്ക്ലിൻ ബായിന് രാവിലെ പോലും വയ്യാക്കി എണീക്കത്തില്ല. എന്തായാലും കുഴപ്പമില്ല, ചുമ്മാ പറ്റിക്കണേക്ക് പ്രാങ്ക് വല്ലായിരിക്കും. എടാ ഫ്രാങ്ക്ലിനെ, അപ്പോ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോ വന്നേക്ക്. നമുക്ക് ബാക്കി പ്രൊസീജിയറൊക്കെ അവിടെ ചെന്നിട്ട് എന്താ ബാക്കിയുള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. വെക്കുന്നു വന്നോട്ടോ, സമയം ലേറ്റ് ആക്കരുത്. ഞാനിതാ ഇപ്പം വരും. ഞാൻ ഒന്ന് മുഴക്കം കഴിക്കിട്ട് ഇപ്പം വരും സാറേ, പേടിക്കേ വേണ്ട. ഇതാ ഇപ്പം വന്ന്. ഓക്കെ ഫ്രാങ്ക്ലിൻ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ്, നീ പോയിട്ട് വരൂ. എടാ ഷിൻജാനെ, കേട്ടാ, ഞാനിപ്പോ പോലീസാടാ, പോലീസ്. ഫ്രാങ്ക്ലിൻ പോലീസ് ഞാൻ ഇപ്പൊ വലിയ പോലീസാടാ ഷിൻജാനെ. DYSP ഫ്രാങ്കിളിലൊക്കെ അവിടെ ഇരിക്കട്ടാ. എവിടെ പോയാലും കുഴപ്പമില്ല. ഇന്ന് 4 മണിക്ക് മുന്നേ ഇങ്ങോട്ട് തിരിച്ചു വരണം. എനിക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കാനൊക്കെ സിറ്റി പോകാനുള്ള. ഫ്രാങ്ക്ലിൻ ബായ് വരാന്നും പറഞ്ഞേട്ടാ. അതുകൊണ്ട് ഇന്നലെ മിനിഞ്ഞാന്നും പോവാഞ്ഞത്. ഇന്ന് 4 മണിക്ക് എത്തിയേക്കണേടെ. അതൊന്നും കുഴപ്പമില്ലടാ, ഞാൻ 4 മണിക്കന്ന് ഇവിടെ എത്തും. ഇന്ന് അങ്ങനെ ജോലിയൊന്നും ഉണ്ടാവില്ല, വെറുതെ എന്നെ കാണാനാ. എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഞാൻ എന്തായാലും പോട്ടെ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വേണം പുതിയ ജോലി മേടിക്കാൻ. എന്തായാലും ഞാൻ വേഗം പോട്ടെ. ഷിൻജാനെ, എന്നാ ശരി, ഞാൻ പോയേ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മളെ ബൈക്ക് എടുത്തിട്ട് എന്തായാലും നമ്മളെ നേരെ ഇവിടെ പോവാം. ബൈക്ക് എടുക്കാം, കാറിന് എടുക്കണ്ട, വെറുതെ എന്തിനാ ആഡംബരയിലുള്ളൂ. എന്തായാലും ബൈക്ക് എടുത്തിട്ട് പോവാ. ഷിൻജാനെ പോയിക്കേ, എന്നാ ശരി, വന്നിട്ട് കാണാം. ഓക്കെ ഷിൻജാനെ. എന്തായാലും പോലീസ് ആവാൻ പോകുന്നല്ലേ. എന്നാ ശരി, നമുക്ക് എന്തായാലും പോവാം. അങ്ങനെ പോലീസ് സ്റ്റേഷനെത്തി. എന്തായാലും നമുക്ക് സാറിനെ വിളിക്കാം. ഇവിടെ എന്തോ ഒറ്റാളില്ലേ, എല്ലാരും പോയണ്ടാന്ന് തോന്നുന്നു എന്നെ വിളിച്ചേ. എന്തായാലും ഹെൽമെറ്റ് താഴെ. എടാ പോലീസാറേ, ദാ ഫ്രാങ്ക്ലിൻ വന്നിരിക്കുന്നു പുതിയ ജോലി മേടിക്കാൻ. ആ മണ്ടൻ അങ്ങനെ സിംഹത്തിന്റെ മടയിലേക്ക് വന്നു. ഇവിടെ വെച്ച് തന്നെ അവനെ അറസ്റ്റ് ചെയ്യണം. അവനെ അറസ്റ്റ് ചെയ്ത് ഈ ജയിലിൽ കൊണ്ടുപോയിട്ട് അവനെ ടോർച്ചർ ചെയ്ത് ആരാണ് കൊന്നത്, അവന്റെ തൂക്ക് വെച്ച് അവൻ എങ്ങനെയാണ് കൊന്നത്, ഇവൻ എന്തിനു വേണ്ടിയാണ് കൊന്നത്, എല്ലാം എനിക്കറിയണം. എടാ ഫ്രാങ്ക്ലിനെ, എവിടെടാ നീ? നിന്റെ അവസാനം എന്റെ കൈ. എടാ ഫ്രാങ്ക്ലിനെ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ തോക്കല്ലേ 9mm പിസ്റ്റൽ? സാറേ, അത് എന്റെ തോക്കാ. സാറിന് പോലീസ് സ്റ്റേഷനിൽ അത് ആവശ്യമുണ്ടാ തോക്ക്? വേണേ തരാം. പോലീസ് സേനക്കൊന്നും വേണ്ട, കൈ പൊക്കടാ. എന്തിനാ സാറേ ഞാൻ കൈ വെക്കുന്നേ? ഞാനിവിടെ ജോലി മേടിക്കാൻ വന്നതല്ലേ സാറേ, വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ കൈ കുത്തിച്ചേക്കുന്നേ സാറേ? പോലീസിൽ ജോലി ചേരാൻ വേണ്ടി വന്നു. എടാ നീ അല്ലേടാ ആ ഡാമില് 2 പേരെ ചിഞ്ചായി കൊന്ന ഡാമിൽ തള്ളിയത്? ആ കില്ലർ നീയല്ലേ? ആ ഡെഡ് ബോഡിയിൽ നിന്ന് കെട്ടിയതും ആ നിന്റെ കയ്യിലുള്ള തോക്കിന്റെ ബുള്ളറ്റും സെയിം ബുള്ളറ്റാണ്. നീ തന്നെ അല്ലേടാ കൊന്നത്? സാറിന് ആള് മാറിപ്പോയതേക്കും. ഞാനൊന്നും അങ്ങനെ ചെയ്തില്ല സാറേ. എന്നാ സാർ പോലീസിന് ആള് മാറിപ്പോയിരുന്നു? ഞങ്ങളെ പറ്റിക്കുന്നടാ. എന്തായാലും നീ പോയി ജയിലിൽ കിടക്ക്. ബാക്കിയുള്ളത് ഞാൻ അവിടെ വന്ന് പറഞ്ഞു തരാം. എന്തോരം നേരായി ഫ്രാങ്ക്ലിൻ ബായിനെ കാണാൻ പോലും ഇല്ല. സ്റ്റേഷനിൽ ചെന്ന് നോക്കിയിട്ട് ഫ്രാങ്ക്ലിൻ ബായിനോട് പറയണം എനിക്ക് പോണോന്ന് പറഞ്ഞ് ഫ്രാങ്ക്ലിൻ ബായിനെ എങ്ങനെയെങ്കിലും വിളിച്ചോണ്ട് വരണം. ഇത് ഫ്രാങ്ക്ലിൻ ബായിന്റെ ബൈക്ക് തന്നെയാണല്ലോ. അപ്പൊ ഫ്രാങ്ക്ലിൻ ബായ് ഇവിടെ തന്നെയുണ്ട്, സ്റ്റേഷനിൽ തന്നെയുണ്ട്. ഫ്രാങ്ക്ലിൻ ബായ്. അതെ സാറ്. ഹലോ സാറേ, ഫ്രാങ്ക്ലിൻ ബായിനെ കണ്ട? ഫ്രാങ്ക്ലിൻ ബായിയോ? ഏത് ഫ്രാങ്ക്ലിൻ ബായ്? ഇവിടെ ഒരു ഫ്രാങ്ക്ലിൻ വന്നിട്ടുണ്ട്, ഒരു കൊലക്കേസിലെ പ്രതി, ഒരു സൈക്കോ ഫ്രാങ്ക്ലിൻ. അവന്റെ ആരെങ്കിലും ആണോ? സൈക്കോ ഫ്രാങ്ക്ലിനാ? അയ്യോ എനിക്കറിയില്ല. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന പച്ച ബുള്ളറ്റ് ഉണ്ടല്ലോ, അത് എന്റെ ചേട്ടൻ ഫ്രാങ്ക്ലിൻ ബായിന്റെ. ആ ഫ്രാങ്ക്ലിൻ ആണോ? അവൻ തന്നെ, സൈക്കോ ഫ്രാങ്ക്ലിൻ. അവന്റെ ആരാ നീ? അവനെ ജയിലിലാക്കിയേക്കുവാ. അവനൊരു കൊലക്കേസിലെ പ്രതിയാണ്. അവനെ പുറത്തിറക്കാൻ പറ്റിയൊന്നുമില്ല. അവന്റെ ജയിൽ ശിക്ഷ കഴിയാതെ അവൻ പുറത്തേക്കും ഇറങ്ങത്തില്ല. ജയിൽ
ജയിൽ ശിക്ഷയോ? പോലീസ് ജോലി കയറാനാന്നും പറഞ്ഞ് വന്നയാണല്ലോ എന്റെ ചേട്ടൻ ഫ്രാങ്ക്ലിൻ. എന്ത് ജയിൽ ശിക്ഷ? എന്തു പറ്റി? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒന്നും മനസ്സിലാവണില്ലെന്നോ? ഇങ്ങോട്ട് വന്നേ, ഞാനൊരു വീഡിയോ നിനക്ക് കാണിച്ചുതരാം. അപ്പൊ നിനക്ക് മനസ്സിലാവും കാര്യങ്ങള്. വീഡിയോയോ? എന്ത് വീഡിയോ? വരാം, ഞാനത് നോക്കട്ടെ എന്ത് വീഡിയോയാണെന്ന്. ഷിൻജാന്റെ അച്ഛനും അമ്മയും ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇത്രയും നാൾ ഒന്നും ചെയ്യാതിരുന്നത്. ഇനി ചെയ്യാതിരുന്നാൽ റെഡിയാവില്ല. ഈ ചെമ്പലികൾക്ക് നിങ്ങളൊരു ഭക്ഷണമാവട്ടെ. നിങ്ങളുടെ ഭക്ഷണം ഈ ചെമ്പല്ലികൾ കഴിക്കട്ടെ. ഇനി ഒരിക്കലും ഷിൻജാന്റെയും എന്റെ അടുത്തേക്ക് നിങ്ങൾ വരരുത്. അപ്പാ, മമ്മി, പപ്പനെ മമ്മീനെ ഇവന്മാര് ഈ ഫ്രാങ്ക്ലിൻ ബായ്, എന്റെ ഫ്രാങ്ക്ലിൻ ബായ് കൊന്നു കളഞ്ഞത്. ഫ്രാങ്ക്ലിൻ ബായ് ഇത്ര ക്രൂരനായിരുന്നു എന്റെ ഫ്രാങ്ക്ലിൻ ബായ്. ഞാൻ പോകുക സാറേ. ആ ഫ്രാങ്ക്ലിൻ ബായ് കൊന്നു കളഞ്ഞത് എന്റെ പപ്പനെ മമ്മീനെ. ആ ഫ്രാങ്ക്ലിൻ ബായ് തൂക്കിക്കൊല്ലണം സാറേ, തൂക്കിക്കൊല്ലണം. നീയായിരുന്നോ മോനെ ഷിൻജാൻ? നീയായിരുന്നോ? നിന്റെ പപ്പേനെയും മമ്മീനെയാണോ എഞ്ചിൻ ചായ കൊന്നു കളഞ്ഞത്? നിന്റെ ചേട്ടൻ കൊന്നു കളഞ്ഞത് നിന്റെ പപ്പേനെയും മമ്മീനെയാണോ? അതെ, എന്റെ ഫ്രാങ്ക്ലിൻ ബായ് എന്റെ പപ്പനെ മമ്മേനെ എഞ്ചിൻ ചായ കൊന്ന് ഡാമിൽ കളഞ്ഞു സാറേ, ഡാമിൽ കളഞ്ഞു. അയ്യോ, ഇനി ഞാൻ ഈ സങ്കടം ഇനി ആരോട് പറയും? ഞാൻ വീട്ടിലേക്ക് പോവുക. ഹലോ ഷിൻജാൻ, വായിലോർക്കൂ. ഷിൻജാൻ വായിലോർക്കൂ. എങ്ങനെയല്ലോ ഞാനിവിടുത്തെ ജയിലിൽ ചാടി. ആ ഷിൻജാൻ എന്തല്ലോ പറഞ്ഞ് മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നത് കേട്ടെ. എന്തായാലും നമുക്ക് വേഗം പോയാ ഷിൻജാനെ കാണണം. എടാ ഷിൻജാനെ എന്താ വിളിച്ചിട്ടൊന്നും കേൾക്കാത്തെ? എടാ ഷിൻജാനെ, ഇതാ ഫ്രാങ്ക്ലിൻ ബായ് വന്നടാ. ഇവിടെ ഒന്നും ഷിൻജാൻ നിൽക്കാന്നില്ലല്ലോ. അതൊന്നാണ് ഷിൻജാൻ്റെ കയ്യില് അവിടെ ഒരു ഗണ്ണും ചോരയൊക്കെ ഉണ്ടല്ലോ. എന്തായാലും നമുക്ക് ട്രെവറിനെ വിളിക്കാം. ഹലോ ട്രെവറെ, ഞാനാണ് ഫ്രാങ്ക്ലിൻ. നമ്മള് ഷിൻജാനെ കാണുന്നില്ലടാ. പിന്നെ അവന്റെ ബെഡ്റൂമിലുണ്ട് ഇച്ചിരി ചോരയും ഒരു തോക്കും കാണുന്നുണ്ടാ. ചോരയോ? എടാ ചോര. എടാ അവനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ? അവനെ അല്ലെങ്കിൽ കിൽ ചെയ്യാൻ വേണ്ടി നോക്കിയോ? എടാ നീ ഉണ്ടല്ലോ അവന്റെ നീ കൊടുത്തേക്കണത് ആപ്പിളിന്റെ സ്മാർട്ട് ഫോൺ അല്ലേ? നീ ഉണ്ടല്ലോ അത് വെച്ച് ട്രാക്ക് ചെയ്യ്. അവന്റെ ലൊക്കേഷൻ എവിടെയാന്ന് നോക്ക്. എടാ താങ്ക്യൂടാ. ഓക്കെ, നമുക്ക് എന്തായാലും അവനെ ട്രാക്ക് ചെയ്യാം. എന്തായാലും അവനെ എവിടെ പോയോ എന്തോ. കിട്ടി. എന്തായാലും പോവാം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാട്ടാ. എടാ ഷിൻജാനെ, നിന്റെ പപ്പയും മമ്മയും കൊന്ന പോലെ നിന്നെയും ഞാൻ ഈ ഡാമിൽ താഴ്ത്തും. ഈ ഡാമിലെ ചെമ്പൈകൾക്ക് നിന്നെ തിന്നാനായിട്ട് ഞാൻ കൊടുക്കും. ഫ്രാങ്ക്ലിൻ ബായ്, എന്തിനാ ഫ്രാങ്ക്ലിൻ ബായ് എന്നെ കൊല്ലണത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഫ്രാങ്ക്ലിൻ ബായ്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഫ്രാങ്ക്ലിനോ? ഞാൻ ഫ്രാങ്ക്ലിനൊന്നും അല്ലടാ, ഷാങ്ക്ലിൻ. ഫ്രാങ്ക്ലിന്റെ നാട് വിട്ടു പോയ ചേട്ടൻ ഫ്രാങ്ക്ലിൻ. അയ്യോ, ഫ്രാങ്ക്ലിൻ ബായ് അല്ലേ ഇത്? ഞാൻ ഫ്രാങ്ക്ലിൻ ബായാന്ന് വിചാരിച്ച് എന്റെ പപ്പേനെയും കൊന്നത് ഫ്രാങ്ക്ലിൻ ബായാന്ന് കരുതി പോലീസ് സ്റ്റേഷനിൽ പോലീസ് പിടിച്ചു വെച്ചേക്കുവാ. ഞാനാണ് ഈ പറഞ്ഞ് തൂക്കിക്കൊല്ലാനും. അയ്യോ, എന്റെ ഫ്രാങ്ക്ലിൻ ബായിനെ കള്ളക്കേസിൽ കുടുങ്ങി തൂക്കിക്കൊല്ലുവല്ല. ഇതിപ്പോ ഫ്രാങ്ക്ലിൻ ബായി അല്ല കൊന്നത്. ഫ്രാങ്ക്ലിൻ ബായ് നിരപരാധിയാണ്. ഈ ഷാങ്ക്ലിൻ ആണോ കൊന്നത്? ഷാങ്ക്ലിൻ, എന്നെ കൊല്ലല്ലേ ഷാങ്ക്ലിൻ. എടോ തുടക്കുന്ന ഷാങ്ക്ലിനല്ലേ? ഷിൻജാന്റെ അടുത്ത് ഷാങ്ക്ലിനല്ലേ നിൽക്കുന്നത്? അവനെന്തിനാ അവളെ ഷിൻജാനെ കൊല്ലുന്നേ? ആ ഷിൻജാനും അച്ഛനെയും അമ്മനെയും കൊന്ന് ഷാങ്ക്ലിനല്ലേ പറയുന്നേ? ഉയ്യോ മോനെ, ഈ ഗണ്ണും കൊണ്ടുവന്ന് വേഗം വെടിവെക്കണം, അല്ലെങ്കിൽ നമ്മളെ ഷിൻജാനെ അവനെ കൊന്നുകളയും. ഈ ഗണ്ണും കൊണ്ടുവന്നാ വെടിവെക്കാൻ അവനെ പറ്റാതെ. എന്തായാലും നമുക്ക് ബാക്കോട്ടേക്ക് പോകേണ്ട ഒരു വെടിവെക്ക്. പറ്റുന്നില്ല. എന്തായാലും അപ്പുറത്തെ കൂടി ഇടിച്ചിട്ടാണെങ്കിൽ അവനെ ബോധം കിട്ടി നോക്കണം. അല്ലാണ്ട് എൻ്റെ ഷിൻജാനെ കൊല്ലാൻ നോക്കുന്നവന് എന്നുവെച്ചാൽ അവനെന്താക്കുക നമ്മളെ കേസാക്കുന്ന. എന്തായാലും ഇവനെ നമുക്ക് തീർക്കണം. ഓക്കേ, കൊല്ല. ഓക്കെ. അയ്യോ, ഇതെന്താണ്? അവനെ കൊല്ലാൻ നോക്കുമ്പോ നമ്മൾ തെറിച്ചുപോയേ. ഉയ്യോ, ഇതൊന്നാണ് നടന്നേ. ഉയ്യോ, പണി കിട്ടിയാ? എടാ ഫ്രാങ്ക്ലിൻ, എന്നെ പിടിക്കാമെന്ന് കഴിഞ്ഞു. ഞാൻ പോകുന്നു. എടാ നീ എന്റെ കൺമുന്നിൽ വരരുത്. എടാ ഷിൻജാനെ, ഇതിപ്പോ നമുക്ക് പറ്റിയ എനക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ ഷിൻജാനെ, എന്തെങ്കിലും പറ്റിയടാ? എന്തെങ്കിലും മിണ്ടടാ ഷിൻജാനെ. എന്താടാ പ്രശ്നം? എടാ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ,
സോറി ഫ്രാങ്ക്ലിൻ ബായ്, സോറി. ഞാൻ ഫ്രാങ്ക്ലിൻ ബായ് ആണെന്ന് പപ്പേനെയും അമ്മേനെയും കൊന്നെന്ന് ഒരു നിമിഷമെങ്കിലും വിചാരിച്ചു ഫ്രാങ്ക്ലിൻ ബായ്, വിചാരിച്ചു പോയി. എടാ ഫ്രാങ്കിളിനെ, ഇപ്പൊ നീ രക്ഷപ്പെട്ടു. ഇനിയും ഞാൻ വരുമടാ നിന്റെ വീട്ടിലേക്ക് പല രൂപത്തില് നിന്നെ ഇല്ലാതാക്കാൻ, നിന്റെ ഷിൻചാനെയും നിന്നെയും ഇല്ലാതാക്കാൻ.